ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് 5 മിനിറ്റ് പോലും വേണ്ട ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ചോക്ലേറ്റും ബട്ടറും കൊടുത്തിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മെൽറ്റായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ചോക്ലേറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗറാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 1/4 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് അലിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഏകദേശം അതൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്കുള്ള കേക്കാണോ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചോക്ലേറ്റും ഷുഗറും അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഞാൻ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇനി ഞാനതൊരു പാത്രത്തേക്ക് കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബാറ്റർ. ഈ ഒരു തിക്കിലാണ് ഇത് ഉണ്ടാവുക. ഇനി ഞാനതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കേക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചൂടോടുകൂടെ എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ കേക്കിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.